ആ വേഗം ഒന്ന് അവസാനിപ്പിക്കേ. ഇതൊക്കെ ഇത്തിരി ഓവറാ. സാധാരണ ഗ്രൈൻഡറിലെ മാവ് അരക്കുന്നത്. അങ്ങനെ ചെയ്താ പോരെ? ശ്യാമേണ്ട ഇതിലൊന്നും ഇടപെടണ്ട. രാത്രി കറണ്ട് അത്യാവശ്യത്തിന് ഉപയോഗിക്കാവുള്ളൂ എന്ന് ന്യൂസിൽ കണ്ടായിരുന്നല്ലോ. അമ്മ ജോലിക്ക് ആളെ വെച്ചതേ കറണ്ട് ബില്ല് കൂടി ലാഭിക്കാനാണെങ്കിലോ. നിങ്ങൾ കഴിക്കാൻ നോക്കും. അനന്തമാഷിനെ ഒന്ന് പോയി നോക്കേണ്ട കടമ നമുക്കില്ലേ വിനയ? നിന്നോട് ചോദിച്ചാ നീ ഒന്നും സമ്മതിക്കില്ല. അതുകൊണ്ടാ ഞങ്ങളൊന്നും പറയാതെ പോയത്. ഞാൻ സമ്മതിക്കില്ലെന്ന് നിങ്ങൾ ആദ്യമേ അങ്ങ് തീരുമാനിച്ചു അല്ലേ? അനന്തമാഷെ കാണാൻ എന്റെ സമ്മതമില്ലാതെ നിങ്ങൾക്ക് പോവാലോ. അത് നിങ്ങളുടെ ഇഷ്ടമല്ലേ? പിന്നെ നീ എന്തിനാ ഞങ്ങൾ പോയ കാര്യം പറഞ്ഞപ്പോ മുഖം വീർപ്പിച്ചത്? പോയതെന്തുകൊണ്ടും നന്നായെന്ന് വിചാരിച്ച പോരെ? പോയത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞോ മാമ? നിങ്ങൾ പോകുന്ന കാര്യം പറഞ്ഞിരുന്നെങ്കിൽ വിജയ് മോനെ ഞാൻ നോക്കില്ലായിരുന്നോ? നിങ്ങളെന്തിനാ ഈ സീമയെ ഏൽപ്പിച്ചിട്ട് പോയത്? നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോ സീമ തന്നെയല്ലേ വിനയ മോനെ നോക്കാറ്. പിന്നെ ഇപ്പൊ ഈ കാര്യത്തിൽ നിനക്ക് എന്തോ ഒരു ദേഷ്യം. അമ്മ, ആർച്ചയും ഭദ്രയും സീമയെ ഏൽപ്പിച്ചിട്ട് പോകുന്നത് പോലെ വിജയ് മോനെ നമ്മൾ ആരും സീമയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകാൻ പാടില്ല. അത് ശരിയാവില്ല. അതെന്താ വിനയ? രണ്ട് പെമ്മക്കളെ നിനക്ക് സീമ ഏൽപ്പിച്ചിട്ട് പോകാലോ. അപ്പൊ മോനെ ഏൽപ്പിച്ച എന്താ കുഴപ്പം? അവൻ തീരെ കുഞ്ഞല്ലേ മാമ. മാത്രമല്ല എന്റെ മോനെ ഇങ്ങനെ കണ്ടവരൊക്കെ എടുത്ത് നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആർച്ചയും ഭദ്രയും നിന്റെ മക്കളല്ലേന്ന്? അതെ, എന്റെ മക്കൾ തന്നെ. പക്ഷേ അവരെ തുടക്കത്തിലെ വളർത്തിയ രീതി ശരിയല്ല. എപ്പ നോക്കിയാലും കരച്ചിലും ശാഠ്യവും വാശിയും. അവരെ നോക്കാൻ സീമയെ പോലൊരാൾ തന്നെ വേണം. അതുപോലെയല്ല എന്റെ വിജയ് മോൻ. അത് നിങ്ങൾക്ക് അറിയുന്നതല്ലേ? അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ എവിടെ പോകുമ്പോഴും എന്നോട് പറഞ്ഞിട്ട് വേണം പോകാൻ. അത്രയേ ഉള്ളൂ. ഓക്കെ, കേട്ടല്ലോ? എടാ വിനയ, ആ, അത് മാഷ് നിന്നെ കുറിച്ച് തിരക്കി. അദ്ദേഹത്തിന് നിന്നോടൊരു ദേഷ്യമില്ല കേട്ടോ. അതേടാ മോനെ, നീയൊന്ന് പോയി കണ്ടാ അത് അദ്ദേഹത്തിന് വലിയ കാര്യവും. അദ്ദേഹത്തിന് എന്നോട് ദേഷ്യമൊന്നും കാണില്ലായിരിക്കാം. ബാക്കിയുള്ളവരുടെ കാര്യം അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ. അവരുടെ വീടല്ലേ ഇത്. അച്ഛൻ പഞ്ചരത്വത്തിലായിരുന്നെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് പോവായിരുന്നു. ഇപ്പോഴും അവിടെ പോയി മാഷെ കാണാൻ നീ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതേ വിനയ, അങ്ങനൊരു ശത്രുത അവിടെ ആർക്കെങ്കിലും നിന്നോടുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. അതൊന്നും മനസ്സിൽ വെക്കാതിരിക്കുന്നതാ നല്ലത്. നോക്കട്ടെ അമ്മ, എനിക്കാരോടും ശത്രുതയൊന്നുമില്ല. എല്ലാവരെയും നമുക്ക് വേണം. പറ്റിയാ ഞാൻ പോയിട്ട് അച്ഛനെ കണ്ടോളാം. ഡേയ്, 9 മണി ആയുള്ളൂ. നീയൊക്കെ കിടന്ന് ഉറങ്ങിയാ? വെള്ളം വേണ്ടേ? തിന്നുക കുടിക്കുക, തിന്നുക കുടിക്കുക. എന്തെങ്കിലും പണി വേണ്ടേ നിനക്കൊക്കെ അല്ലേ? എന്നാ വെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങ്.